ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ചുക്കയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ 3 ടീസ്പൂൺ കേടും കൂടി കൂട്ടിയിട്ട് പിന്നെ അതിലിച്ചിരി സോൾട്ടും കൂടി ഇട്ടിട്ട് നമ്മളതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ബാക്കി വേണ്ട ഐറ്റംസ് നമ്മൾ തയ്യാറാക്കിയെടുക്കുക. ഇത് മാറ്റി വയ്ക്കുക. നമ്മൾ ഇതൊന്ന് നന്നായിട്ട് കുഴച്ചിട്ട് നമ്മൾ മാറ്റി വയ്ക്കാം. ആ സമയം ഒരു നമ്മൾ ഇതിലാണോ ഉണ്ടാക്കുന്ന ആ പാത്രം നമ്മൾ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ 5 സവാളയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് സവാളയാണ്. അത് നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കുകയാണ്. അപ്പം ഇതിൽ നമ്മൾ അല്ലാതെ സവാള ചേർക്കുന്നില്ല. ഈ വറുത്ത സവാളയാണ് നമ്മൾ ചേർക്കുന്നത്. അതിനുശേഷം ബാക്കി വരുന്ന ഓയിലിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. അത് ഒന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാലയൊക്കെ എല്ലാ സൈഡിലോട്ടും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഒരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ച സവാള ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഒന്ന് പൊടിച്ചിട്ട് നമ്മൾ ഈ കുക്കായ ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അത് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് അതിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്തിടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മളുടെ റെസിപ്പി. നല്ല ഒരു ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ. ചിക്കൻ ചുക്ക റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആൻഡ് സിമ്പിളാണ്, വളരെ ടേസ്റ്റിയും കൂടിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.